കോഴിക്കോട് ജില്ലയിലെ പെരുവയൽ ഗ്രാമപഞ്ചായത്തിൽ 4, 5, 6 വാർഡുകൾ ചേർന്ന ഒരു കൊച്ചു ഗ്രാമം ചെറുകുളത്തൂർ. ശരാശരി ഇന്ത്യൻ ഗ്രാമത്തിൻ്റെ നേർച്ഛേദമായ നയനമനോഹരമായ ഈ കർഷക ഗ്രാമം ഇന്ത്യക്ക് ഇന്ന് മാതൃകയാവുകയാണ്. വിശാല മനസ്സിലൂടെ, വിജ്ഞാനജാലകത്തിലൂടെ ലോകത്തെ നോക്കിക്കാണാൻ തങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണുകൾ തന്നെ ഗ്രാമവാസികൾ ദാനം ചെയ്യുന്നു. നഗരത്തിൻ്റെ പുത്തൻ ശൈലികളോ വമ്പൻ ആശുപത്രികളോ വേണ്ടത്ര ആരോഗ്യ പഠന കേന്ദ്രങ്ങളോ ഇല്ലാത്ത ഇവിടെ തലമുറ കൈമാറിയ ഒരു കർമ്മോത്സുക പ്രവർത്തന മണ്ഡലമുണ്ട്. പെരുമയാർന്ന ഒരു നേത്രദാന സംഘമുണ്ട്. ഹരിജൻ വിദ്യാർത്ഥികൾക്ക് അക്ഷരം പഠിപ്പിക്കാൻ കേളപ്പച്ചിയുടെ ശിഷ്യൻ കേശവൻ മാസ്റ്റർ സ്ഥാപിച്ച സത്യമന്ദിരവും ഉപ്പ് സത്യാഗ്രഹവും നിയമലംഘനവും ദേശസ്വതന്ത്രത ആവേശത്തിൻ്റെ ഉലയെടുപ്പിൽ ഉരുകിയപ്പോൾ ഹരിജനോദ്ധാരണ പ്രസ്ഥാനവും നൂൽനൂൽപ്പും മദ്യവർജനവുമൊക്കെ ഈ മണ്ണിൽ ആവേശമായിരുന്നു. വറുതിയുടെ എരിതീയിൽ നിന്ന് കർഷകനെയും നൂൽനൂൽപ്പുകാരനെയും രക്ഷിക്കാൻ ഇവിടെ 1929 തന്നെ സഹകരണ സംഘങ്ങൾ ഉയർന്നിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും എക്കാലവും കൈകോർത്തായിരുന്നു ഇവിടെ മുന്നേറിയത്. രാഷ്ട്രഭാഷാ പഠന ക്ലാസുകളും വയോജന വിദ്യാപ്രവർത്തനങ്ങളും സ്ത്രീകളുടെ നാടക പ്രവർത്തനങ്ങളും ഉദാഹരണങ്ങൾ മാത്രം. ചെറുകുളത്തൂരിലെ നേത്രദാന പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സജീവ സാന്നിധ്യമുണ്ട്. പ്രവർത്തനങ്ങൾ ഏകോപിച്ച് നടക്കുന്നത് അറിവിൻ്റെ അക്ഷയ കേന്ദ്രമായ ഒരു വായനശാലയിലാണ്. KP ഗോവിന്ദൻകുട്ടി സ്മാരക വായനശാല. നേത്രദാന സംഘപ്രവർത്തനങ്ങൾക്ക് താൽക്കാലിക ആസ്ഥാനം ഇപ്പോൾ ഗ്രന്ഥശാല സംഘത്തിൻ്റെ അംഗീകാരത്തിൽ പ്രവർത്തിക്കുന്ന ഈ വായനശാലയിലാണ്. മരണത്തിന് കീഴടങ്ങാതെ ചെറുകുളത്തൂരിലെ 52 ദീർഘവീക്ഷിതർ ഇപ്പോൾ തന്നെ നേത്രദാനം വഴി തങ്ങളുടെ പേരുകൾ ചരിത്രത്തിൽ എഴുതിക്കഴിഞ്ഞു. പട്ടികയിൽ ഇടം പിടിക്കാൻ ഗ്രാമവാസികൾ ഒന്നടങ്കം സമ്മതിദാന പത്രത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞു. ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ശ്രീ KP ഗോവിന്ദൻകുട്ടിയുടെ സ്മരണാർത്ഥമാണ് KP ഗോവിന്ദൻകുട്ടി സ്മാരക വായനശാല ചെറുകുളത്തൂർ പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്നത്. കോഴിക്കോട് താലൂക്കിലെ പെരുവൽ പഞ്ചായത്തിലെ 4, 5, 6 വാർഡുകളുടെ പ്രധാന പ്രദേശങ്ങൾ അടങ്ങിയതാണ് ചെറുകുളത്തൂർ പ്രദേശം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെയും ഐത്തോച്ചാടനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉഴുതുമറിച്ച പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് സാംസ്കാരിക പ്രവർത്തന രംഗത്തും ചെറുകുളത്തൂരിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ആ നിലയിൽ തന്നെയാണ് KP ഗോവിന്ദൻകുട്ടി സ്മാരക വായനശാല വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായതും അതിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് നടത്തി വരുന്നതും. സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ എങ്ങനെയെല്ലാം ചെറുകുളത്തൂർ പ്രദേശത്തെയും മനുഷ്യരെയും സഹായിക്കാം എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ആദ്യ കാലഘട്ടങ്ങളിൽ രക്തദാനം, രക്തഗ്രൂപ്പ് നിർണയം തുടങ്ങിയിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വായനശാല അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിരുന്നു. അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് കുറെ കൂടി വിപുലമായി ആളുകളെ എങ്ങനെ സഹായിക്കാം എന്ന ഒരു അന്വേഷണം വായനശാല നടത്തുന്നത്. അതിൽ നിന്നാണ് നേത്രദാനം എന്ന ആശയം വായനശാലയിൽ വരുന്നതും വായനശാല നേത്രദാനം വ്യാപകമാക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ ആളുകളെ ബോധവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങളിൽ 1990കളിൽ തന്നെ അതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനം ആരംഭിച്ചു. അന്ന് ചെറുകുളത്തൂർ ഈസ്റ്റ് LP സ്കൂളിൽ വെച്ച് കോഴിക്കോട് നേത്ര വിഭാഗത്തിലെ ഡോക്ടർ സഹസ്രനാമം നേത്രദാനം എങ്ങനെ, എന്തുകൊണ്ട് എന്ന ആശയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ട് ഈ ഗ്രാമീണരോട് വിശദീകരിച്ചു. ആ ക്ലാസ്സിന് ശേഷം ഈ ഗ്രാമത്തിലെ 57ഓളം മുതിർന്ന ആളുകളുടെ
നേത്രദാന സമ്മതപത്രം കോഴിക്കോട് നേത്ര ബാങ്കിന് നമ്മൾ കൈമാറുകയുണ്ടായി. അങ്ങനെ എളിയ നിലയിൽ തുടങ്ങിയ ഈ നേത്രദാന ഗ്രാമസങ്കല്പം പിന്നീട് 2003 ആകുമ്പോഴേക്കും വളരെ ചുരുങ്ങിയ ആളുകളിൽ മാത്രമുള്ള ഈ സമ്മതദാന പത്രം വളരെ വിപുലീകരിച്ചുകൊണ്ട് തന്നെ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും നേത്രദാന ഗ്രാമം എന്ന ഒരു സങ്കല്പം നമ്മുടെ ഗ്രാമീണരുടെ മുമ്പിൽ വെക്കുകയും ചെയ്തു. അങ്ങനെ നേത്രദാന ഗ്രാമം എന്ന സങ്കല്പം മുന്നോട്ട് വെക്കുമ്പോൾ ഈ ഗ്രാമത്തിലെ മുഴുവൻ യുവജന സംഘടനകളെ, കുടുംബശ്രീകളെ, ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന വിവിധ ക്ലബ്ബുകളെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഏകീകരിച്ചുകൊണ്ട് നേത്രദാനം മഹാദാനം എന്ന മുദ്രാവാക്യം സബലീകരിക്കും വിധത്തിൽ നേത്രദാന സംഘാടക സമിതി രൂപീകരിക്കുകയും 501 അംഗ സമിതി അന്ന് ഇവിടെ സംഘാടക സമിതിയായി രൂപം കൊണ്ടു. ഇപ്പോഴത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാൻ ആയിക്കൊണ്ടാണ് അതിൽ നിന്ന് 101 അംഗ എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുക്കുകയും ഈ 101 അംഗ എക്സിക്യൂട്ടീവിനെ തന്നെ പിന്നീട് 15 സ്ക്വാഡുകളായി ഏതാണ്ട് ഈ ഗ്രാമത്തിൽ 550-നും 600-നും ഇടയ്ക്കാണ് വീടുകളുള്ളത്. ആ വീടുകളെ കേന്ദ്രീകരിച്ച് 40 വീടിന് ഒരു സ്ക്വാഡ് എന്ന രീതിയിലാണ് ഇവിടെ സംഘാടന പ്രവർത്തനങ്ങൾ നടത്തിയത്. ഏതാണ്ട് 150ഓളം പേർ ഈ നേത്രദാന സമ്മതപത്രത്തിൽ 1600ഓളം വരുന്ന 18 വയസ്സ് പിന്നിട്ട ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളെയും സമീപിക്കുന്നതിന് വേണ്ടി പല വട്ടങ്ങളായി പല ദിവസങ്ങളിലായി അക്ഷീണം പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായാണ് ഈ ഗ്രാമത്തിലെ 100% വരുന്ന ആളുകളെയും 18 വയസ്സ് കഴിഞ്ഞ 100% വരുന്ന ആളുകളെയും ഈ സമ്മതപത്രത്തിൽ ഒപ്പിടിച്ചുകൊണ്ട് 2003 ഫെബ്രുവരി 13-ാം തീയതി മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരൻ ശ്രീ MT വാസുദേവൻ നായർ ഈ ചെറുളത്തൂർ ഗ്രാമം നേത്രദാന ഗ്രാമമായതായി പ്രഖ്യാപനം നടത്തുകയും നമ്മുടെ ജനപ്രതിനിധി, നമ്മുടെ MLA-മാർ, അതുപോലെ തന്നെ സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികളൊക്കെ തന്നെ പങ്കെടുത്തുകൊണ്ട് ഒരു വലിയ സാംസ്കാരിക സമ്മേളനമായി അത് രൂപം പ്രാപിക്കുകയും അവിടെ വെച്ച് ഗ്രാമീണർ ഒന്നടങ്കം മരണാനന്തരം തങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാൻ തയ്യാറാണ് എന്ന് പ്രതിജ്ഞയെടുക്കുകയും അതിൻ്റെ ഭാഗമായി പിന്നീട് മരണാനന്തരം ഈ ഗ്രാമത്തിലെ ആളുകൾ കണ്ണുകൾ ദാനം ചെയ്യുന്നത് പ്രായോഗികമാക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഗ്രാമത്തിലെ സാധാരണ മനുഷ്യർ 52ഓളം വരുന്ന സാധാരണ മനുഷ്യരുടെ കണ്ണുകൾ വളരെ ചുരുങ്ങിയ കാലത്തിനിടയ്ക്ക്, ഇപ്പം നേത്രദാന ഗ്രാമ പ്രഖ്യാപനത്തിന് മുമ്പ് 4 പേരുടെ കണ്ണുകളായിരുന്നു ദാനം ചെയ്യാൻ കഴിഞ്ഞത് എങ്കിൽ 2003 തൊട്ട് 2008 വരെയുള്ള ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ 52ഓളം ആളുകളുടെ കണ്ണുകൾ ദാനം ചെയ്യുക വഴി 102 പേർക്ക് കാഴ്ച നൽകാൻ വേണ്ടി ഈ ഗ്രാമത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രവർത്തന ശൈലിയെക്കുറിച്ച് വാളണ്ടിയർ സഹദേവൻ. നമ്മളെ ഗ്രാമത്തിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞങ്ങളെ വായനശാല പ്രവർത്തകരെ അവരറിയിക്കും. വായനശാല പ്രവർത്തകർ വളരെ സജീവമായിട്ട് ജാഗ്രതയായിട്ട് തന്നെ ആ പ്രവർത്തനത്തിൽ ഇടപെടുകയും ആദ്യം അവരുടെ ദുഃഖത്തിൽ പങ്ക് ചെയ്തതോടൊപ്പം തന്നെ വളരെ സന്തോഷത്തോടു കൂടി ആ കണ്ണ് മറ്റൊരു കാഴ്ചയില്ലാത്ത ആളുകൾക്ക് മാറ്റിവെക്കുന്ന പ്രവർത്തനത്തിൽ വളരെ സജീവമായിട്ട് തന്നെ വായനശാല പ്രവർത്തകർ മാത്രം ചെയ്യുന്നവർ ഒരു നാടിൻ്റെ മൊത്തം പ്രവർത്തനമാക്കി മാറ്റുന്നതിൽ ഇവിടുത്തെ എല്ലാ ജനങ്ങളും സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. മരണപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ആദ്യം ഞങ്ങൾ അറിയിക്കുകയും അതൊരു ചെയിൻ വർക്ക് പോലെ നാട്ടിലെല്ലാ ആളുകളും ആ സ്ഥലത്തോടെ എത്തി നമുക്ക് ആദ്യം വിളിച്ചാൽ കിട്ടുന്ന മെഡിക്കൽ കോളേജിനെ അറിയിക്കും. ഒപ്പം മെഡിക്കൽ കോളേജിൽ അറിയിച്ച് അവർ പ്രയാസം പറയുകയാണെങ്കിൽ ഞങ്ങൾ കോംട്രസ്റ്റ്, മലബാർ ഈ 3 മേഖലയിലാണ് ഞങ്ങൾ ഈ മരണപ്പെട്ടാൽ ആദ്യം അറിയിക്കുക. അവർ വളരെ നേരത്തെ തന്നെ എത്തിയിട്ട് കൃത്യമായിട്ട് ഒരു 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ എടുക്കണം എന്നാണ് അവർ നിർദ്ദേശിച്ചത്. ഏകദേശം 6 മണിക്കൂറിനുള്ളിൽ തന്നെ എടുത്തിട്ട് അവർ കൊണ്ടുപോയി മറ്റൊരാൾക്ക് മാറ്റിവെക്കുന്ന പ്രക്രിയയിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കും. കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള വളരെ സുതാര്യമായ ഒരു സ്ഥലമാണ് കോർണിയ. രോഗങ്ങൾ മൂലമോ അപകടം മൂലമോ ഇതിൻ്റെ സുതാര്യത നഷ്ടപ്പെടുമ്പോഴാണ് ചിലരിൽ അന്ധത വരുന്നത്. അങ്ങനെ വരുമ്പോൾ കേടായ കോർണിയ സ്ഥലത്തിന് പകരം മരണപ്പെട്ടവരിൽ നിന്നും കേടുപറ്റാത്ത കോർണിയ സ്ഥലം എടുത്തു മാറ്റി വയ്ക്കുമ്പോൾ ഒരാൾക്ക് കാഴ്ച ലഭിക്കുന്നു. മരണപ്പെട്ടവരുടെ കണ്ണ് എടുത്തു മാറ്റി വയ്ക്കുകയാണ് എന്ന തെറ്റിദ്ധാരണയാണ്
പലപ്പോഴും നേത്രദാനത്തിന് തടസ്സമാവാറുള്ളത്. സാമൂഹിക, സാംസ്കാരിക, വൈജ്ഞാനിക മണ്ഡലങ്ങളിലും ആരോഗ്യശീലത്തിലും കേരളം മുൻപന്തിയിലാണെങ്കിലും നേത്രദാനത്തിൽ കേരളം വളരെ പിന്നിലാണ്. നേത്രദാന പ്രവർത്തനങ്ങൾ ചെറുകുളത്തൂരിൽ ആരംഭിച്ചത് 1990കളിലാണ്. വികസനോന്മുഖ പ്രവർത്തനങ്ങളിൽ അക്കാലത്ത് മുൻപന്തിയിലായിരുന്ന VR ചാത്തുക്കുട്ടി മാസ്റ്ററായിരുന്നു ചെറുകുളത്തൂരിലെ പ്രവർത്തന അധ്യക്ഷൻ. ശ്രമകരമായ പ്രവർത്തനത്തിന് ആദ്യ കണ്ണുകൾ ലഭിച്ചതും അദ്ദേഹത്തിൻ്റെ തന്നെ ആയിരുന്നു എന്നുള്ളത് യാദൃച്ഛികം. ആ ദിനങ്ങൾ ഓർമ്മിക്കുന്നു ഭാര്യ ലക്ഷ്മി. പെരിങ്ങാട് എന്ന പ്രദേശത്ത് ഒരു നേത്രയാന യോഗം ഉണ്ടായിരുന്നു. അതിൽ VR ചാത്തുക്കുട്ടി മാസ്റ്ററായിരുന്നു അധ്യക്ഷനായി അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. അതിൽ വെച്ച് ഓരോ നേത്രദാനത്തെപ്പറ്റി പല എല്ലാവർക്കും വേണ്ട ഉപദേശങ്ങളും എല്ലാം കൊടുത്തു അവരെ ബോധവൽക്കരിക്കുകയും ചെയ്തു. അതിൽ പങ്കെടുത്ത് വന്നതിന് ശേഷം വീട്ടിൽ വന്ന് ഞങ്ങൾ കുടുംബത്തിൽ വെച്ച് അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞു, എൻ്റെ കണ്ണ് ഞാൻ ദാനം ചെയ്തു എന്ന് എന്നോട് പറയുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, കുടുംബത്തിലെല്ലാവരും ഈ കണ്ണ് ദാനം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ മാത്രം അതിൽ ലേശം പിന്മാറി നിന്നു. പിന്നീട് എനിക്ക് ബോധ്യം വന്നു. അതിനുശേഷം എല്ലാവരും കണ്ണുദാനം ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ കണ്ണുദാനം ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞ് എൻ്റെ കണ്ണും കൂടി ദാനം ചെയ്യേണ്ടതിനെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ ശരീരം അടക്കം തന്നെ ദാനം ചെയ്യാൻ പോവുകയാണ് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരീരം ദാനം ചെയ്താൽ അഥവാ മെഡിക്കൽ കോളേജിൽ ചിലപ്പോൾ സംഗതി വശാൽ ഞാൻ പോകേണ്ടി വന്നാൽ എനിക്ക് കാണാൻ വിഷമമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, ഞാൻ ഇപ്പോഴൊന്നും കൊടുക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ കൊടുക്കുന്നുള്ളൂ, സമയമായിട്ടില്ലല്ലോ, കുറച്ചും കൂടി പ്രായമൊക്കെ ചെന്നിട്ട് കൊടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ പിന്നീട് ഒന്നും സംസാരിച്ചില്ല. പിന്നെ അധികകാലം അദ്ദേഹം ജീവിച്ചിരുന്നിട്ടില്ല. അടുത്ത കാലത്ത് 6 മാസം തികയുന്നതിന് മുമ്പ് തന്നെ പരലോകപ്രാപ്തനായി. അദ്ദേഹത്തിൻ്റെ കണ്ണ് ദാനം ചെയ്തു. വിഹായസിലേക്ക് പുകച്ചുരുളായി ശരീരം മാറുമ്പോഴും അല്ല, മണ്ണിലേക്ക് അലിഞ്ഞ് മണ്ണായി മാറുമ്പോഴും ദൃശ്യവിസ്മയം കാണാൻ കഴിയും നമ്മുടെ ജ്വലിക്കുന്ന കണ്ണുകളിലൂടെ, കണ്ണുദാനം വഴി. അച്ഛൻ്റെ പേര് രാമൻ നായർ. അച്ഛൻ മരിക്കുമ്പോൾ 84 വയസ്സുണ്ടായിരുന്നു. കഴിഞ്ഞ 2004 ജൂണിലാണ് അച്ഛൻ മരിച്ചത്. പിന്നെ അച്ഛന് താല്പര്യമായിരുന്നു ഇങ്ങനെ കണ്ണ് അച്ഛൻ്റെ മരണശേഷം കണ്ണ് ജീവിച്ചിരിക്കാൻ മറ്റുള്ള ആളുകൾക്ക് ഗുണകരാകുകയും ചെയ്യാന്നുള്ളതിന് അച്ഛന് നല്ല എല്ലാവർക്കും താല്പര്യമാണ്. അപ്പോൾ അച്ഛൻ്റെ ആ ഇഷ്ടപ്രകാരമാണ് ഞങ്ങളതിന് അത് ചെയ്ത് കണ്ണ് കൊടുക്കാൻ തയ്യാറായതും. ലോക ജനസംഖ്യയിൽ ഏകദേശം 314 ദശലക്ഷം ആളുകൾക്ക് കാഴ്ചശക്തിയിൽ തകരാറുകൾ ഉണ്ടെന്നാണ് കണക്ക്. അതിൽ തന്നെ 45 ദശലക്ഷം ആളുകൾ അന്ധരും 124 ദശലക്ഷം ആളുകൾ അല്പമാത്ര കാഴ്ചക്കാരുമാണ്. ഇതിൽ 75% ആളുകളുടെയും അന്ധത തടയാവുന്നതോ മാറ്റിയെടുക്കാവുന്നതോ ആണ്. ഇവരിൽ 90% ആളുകളും ഇന്ത്യയെപ്പോലെയുള്ള വികസ്വര രാജ്യത്താണുള്ളത്. ആരോഗ്യ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയോടെ അന്ധതാ നിരക്കിലും താരതമ്യേന കുറവ് വരുന്നുണ്ട് എന്നത് ശുഭോദർക്കമാണ്.
വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാത്തതുകൊണ്ട് ഏറ്റവും അന്ധതാ പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളിലാണെന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മിക്ക അന്ധതാ പ്രശ്നവും കോർണിയ മാറ്റം വഴി മാറ്റിയെടുക്കാവുന്നതാണ്. ഈ ചെറുകുളത്തൂരിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് KP ഗോവിന്ദൻകുട്ടി സ്മാരക വായനശാലയുടെ പ്രവർത്തകന്മാർ നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് വായനശാല ഇന്നുള്ള പ്രവർത്തനങ്ങൾ കലാ സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തും ഒട്ടനവധി മേഖലകളിൽ വളരെയധികം പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വായനശാലയുടെ കീഴിൽ ഒരു വനിതാ വേദി, ബാലകൈരളി തുടങ്ങി ഒട്ടനവധി മേഖലകൾ ഈ അനുബന്ധ പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയ്ക്ക് വായനശാല നടത്തി വരുന്നുണ്ട്. അതിനെല്ലാം ഈ പ്രദേശത്തെ നാട്ടുകാരുടെ എല്ലാ അർത്ഥത്തിലുള്ള സഹായ സഹകരണങ്ങളും വായനശാല പ്രവർത്തകർക്ക് നൽകി വരുന്നുണ്ട്, വായനശാല പ്രവർത്തകർക്ക് കിട്ടി വരുന്നുണ്ട്. ഇപ്പോൾ വായനശാല ഇന്നുള്ള കെട്ടിട സൗകര്യം പരിമിതമാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാ ആളുകൾക്കും വായനശാല പ്രവർത്തകർക്കും എല്ലാം തന്നെ അറിയാം. നിലവിലുള്ള കെട്ടിടത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. നമ്മുടെ റെഫറൻസ് ലൈബ്രറി ആയാലും അതുപോലെ തന്നെ ബാലകൈരളി പ്രവർത്തനമായാലും വനിതാവേദി പ്രവർത്തനമായാലും എല്ലാം നടത്തുന്നതിനുള്ള ഒരുപാട് അസൗകര്യങ്ങൾ ഇന്ന് നിലനിൽക്കുന്ന ഈ കെട്ടിടത്തിന് ഉള്ളതുകൊണ്ട് വായനശാല കഴിഞ്ഞ 2005 ജൂൺ മാസത്തിൽ ഈ നാട്ടിലെ എല്ലാ ആളുകളുടെയും സഹകരണത്തോടു കൂടി നമ്മുടെ പ്രദേശത്തു നിന്നും വളരെയധികം ആളുകളുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് 1000 മുതൽ 15,000 രൂപ വരെ ആളുകളിൽ നിന്നും കടമെടുത്തുകൊണ്ട് 5.25 സെൻറ്റ് സ്ഥലം വാങ്ങി അതിന് ഒരു കെട്ടിടം പണിയുന്നതിനുള്ള ശ്രമകരമായിട്ടുള്ള പ്രവർത്തനം ഇപ്പോൾ വായനശാല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നേത്രദാന പ്രവർത്തനങ്ങളിൽ തന്നെ വായനശാലയിൽ ഈ സ്ക്വാഡ് പ്രവർത്തനത്തിലെല്ലാം തന്നെ പകുതിയോളം സ്ത്രീകളാണ് പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ള ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. സ്ത്രീകൾ പൊതുരംഗത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത് തന്നെ ഈ വായനശാലയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. ഏത് മേഖലയിൽ എടുത്ത് പരിശോധിച്ചാലും ഈ ചെറുകുളത്തൂരിലുള്ള വനിതാ പ്രവർത്തകർ എല്ലാ പരിപാടികളിലും മുന്നിട്ടിറങ്ങുന്നത് ഈ വായനശാലയുടെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ കലാകായിക രംഗത്തായാലും കലയിൽ ഈ പ്രദേശത്ത് സ്ത്രീകൾ ഒരുപാട് മുന്നിട്ടിറങ്ങുന്നുണ്ട്. കലയിലെല്ലാം തന്നെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പോയിൻ്റ് ഈ വായനശാലയ്ക്ക് നേടിക്കൊടുക്കുന്നത്. ആ രീതിയിൽ എല്ലാവിധ പ്രവർത്തനത്തിലും വായനശാലയുടെ പ്രവർത്തകർ മുൻപന്തിയിലാണ്. അത് ഈ ചെറുകുളത്തൂരിൻ്റെ ഒരു പ്രത്യേകതയാണ്. വയനാടൻ കുന്നിന് നെറുകയിൽ അടിപതറി താമരശ്ശേരി ചുരമിറങ്ങി ഫറോക്കിലേക്ക് മൈസൂർ സുൽത്താൻ്റെ പടയോടിയത് ഈ വഴികളിലൂടെയായിരുന്നു. അന്യദേശക്കാരുടെ കൈക്കരുത്തിനെതിരെ ചെട്ടികളുടെ കൈക്കരുത്ത് കണ്ടത് ഈ വഴിയോരങ്ങളിലായിരിക്കാം. പക്ഷേ ചെറുകുളത്തൂരിൽ ഇന്ന് വഴിവിളക്കുകൾ പോലും ഇല്ലാത്ത ഊടുവഴികളിലൂടെ മറ്റൊരു യത്നം നടക്കാറുണ്ട്. മരണദിനങ്ങളിൽ ചെറുകുളത്തൂരിൽ ഒരാൾ മരണപ്പെട്ടാൽ നേത്രദാന പ്രവർത്തകരെത്തും. മരണം അർദ്ധരാത്രിയെങ്കിൽ ഉറക്കമില്ലാതെ കാവലിരിക്കും. ഏറ്റവും അടുത്തുള്ള നേത്ര ബാങ്കിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സംഘം എത്തുന്നതുവരെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. മരിച്ച ഉടൻ വൃത്തിയുള്ള നേർത്ത തുണി കൊണ്ട് കണ്ണുകൾ മറച്ച് സംരക്ഷിക്കണം. ശരീരത്തിൽ നിന്ന് തല അല്പം ഉയർത്തി വയ്ക്കണം. മുറിയിലുള്ള ഫാനുകൾ കറങ്ങാതെ ശ്രദ്ധിക്കണം. മാനസിക സംഘർഷത്തിലിരിക്കുന്ന ബന്ധുമിത്രാദികളെ നേത്രദാനത്തിൻ്റെ പ്രസക്തി ബോധ്യപ്പെടുത്തണം. ഒത്തുകൂടുന്നവരിലേക്ക് നേത്രദാന സന്ദേശം എത്തിക്കണം. അമ്മയ്ക്ക് 78 വയസ്സായിരുന്നു. മാധവിയമ്മ എന്നാണ് പേര്. പിന്നെ KP ഗോവിന്ദൻകുട്ടി സ്മാരക വായനശാലേൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഈ പ്രചരണമായിട്ട് നടക്കുമ്പോൾ അമ്മയെ അന്ന് സമ്മതപത്രം കൊടുത്തതാണ്. പിന്നെ കണ്ണ് എന്ന് മാത്രമല്ല അവയവങ്ങൾ മുഴുവൻ തന്നെ ഇപ്പം കത്തിച്ചിട്ടായാലും കുഴിച്ചിട്ടിട്ടായാലും നശിച്ചു പോയിട്ടൊരു കാര്യമില്ലല്ലോ.
അപ്പോൾ 2 കണ്ണ് 2 ആൾക്ക് കാഴ്ച കിട്ടുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമായിട്ടാണ് ഈ പ്രദേശത്തുകാർ ആ ധാരണേൻ്റെ കൂടെ തന്നെയാണ് ഇവിടെ ഈ ഭാഗത്തുള്ള ജനങ്ങളൊക്കെ തന്നെ. എൻ്റെ അനിയനും എൻ്റെ മക്കളും ഒക്കെ നാടിൻ്റെ ഒരു പുരോഗതിക്ക് വേണ്ടിയിട്ട് ജനങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാകാൻ, കണ്ണില്ലാത്തവന് കാഴ്ച ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അനുജനും എൻ്റെ മക്കളും ഒക്കെ ദാനം ചെയ്തിട്ടുള്ളത്. ഇനിയും ചെയ്യുന്നിടത്തോളം കാലം അങ്ങനെ ചെയ്യാൻ കഴിയുന്നവർ ചെയ്യുകയും ചെയ്യും. ഇരുട്ടിൻ്റെ നിഗൂഢതയിൽ നിന്ന് വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്ക് ഉയർന്ന ഒരു ഭാഗ്യവാൻ തനിക്കായി വെളിച്ചം തന്ന് കടന്നുപോയ 2 ആളുടെ കണ്ണിലൂടെ ഇന്ന് ലോകത്തെ നോക്കിക്കാണുന്നു. നേത്രദാനത്തിലൂടെ കാഴ്ച ലഭിച്ച ബാബുരാജ് വെള്ളിപ്പറമ്പ്. ഇതിനു മുന്നേ ഇങ്ങനെ ഒരാളിങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇവിടെ പിന്നെ കോംട്രസിൻ്റെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട് ഇവിടെ പന്തീരങ്കാവിൽ വെച്ചിട്ട്, അങ്ങനെ കോഴിക്കോട് പന്തീരങ്കാവിൽ. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കി, ചിലപ്പോൾ ആകുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ചില മാറ്റി ഇങ്ങനെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞ് കേട്ടിരുന്നു. അവിടെ പോയി നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നിട്ട് ഇവിടെ പന്തീരങ്കാവിൽ പോയി. ഞാൻ അവിടെ നിന്നൊരു മെഡിക്കൽ പിന്നെ ഷോപ്പിൽ പോയിട്ട് പേര് കൊടുത്ത് അങ്ങനെ അവിടെ നിന്ന് ശ്രീകാന്ത് ഡോക്ടർ, അവിടെ കോംട്രസിൻ്റെ ശ്രീകാന്ത് ഡോക്ടറാണ് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ കണ്ണ് മാറ്റി വെക്കുന്നവർ പേടിക്കൊന്നും വേണ്ട, ഞങ്ങളതിൻ്റെ കണ്ണിൻ്റെ ഉള്ളിലത്തെ ലെൻസ് മാത്രമേ മാറ്റി വെക്കുള്ളൂ, മുഴുവനായിട്ട് മാറ്റി വെക്കുക, അതിന് യാതൊരു പേടിക്കൊന്നും വേണ്ട, വേദന ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ഡോക്ടറാണ് എനിക്ക് ധൈര്യം തന്നത്. അങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഡോക്ടറെ കണ്ണിൻ്റെ കെട്ടയച്ച്. അങ്ങനെ ആദ്യം കാണുന്ന ഡോക്ടറെ മുഖമാണ് കണ്ടത്. കണ്ണ് നല്ല കാഴ്ചയോടെ കൂടെ പിന്നെ 2 കണ്ണിന് കാഴ്ച കിട്ടും എന്നുള്ളത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നേത്രദാന പ്രവർത്തനങ്ങൾക്ക് വ്യാപ്തി ലഭിക്കാൻ ചെറുകുളത്തൂരിൽ ശക്തമായ മാധ്യമ പ്രവർത്തനം തന്നെ നടക്കുന്നുണ്ട്. സാധാരണക്കാരനിലേക്ക് എത്തുന്ന എല്ലാ പത്രങ്ങളും മാസികകളും ചെറുകുളത്തൂരിലെ വിശേഷങ്ങൾ ഇതിനകം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും സമാന പ്രവർത്തനങ്ങൾക്ക് ഇത് വഴി തുറന്നു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം മരണപ്പെട്ട 38,500 ഇന്ത്യക്കാരുടെ കണ്ണുകൾ അതിലേറെ പേർക്കായി ദാനം ചെയ്യപ്പെട്ടു. മുൻ വർഷങ്ങളിലേക്കാൾ 30% വളർച്ചാ നിരക്കാണിത്. എങ്കിൽ തന്നെയും ലോകത്ത് ഏറ്റവും കൂടുതൽ അന്ധരുള്ള നമ്മുടെ നാട്ടിൽ ഈ വളർച്ചാ നിരക്ക് പരിമിതമാണ്. 10 ദശലക്ഷം അന്ധതാ പ്രശ്നമുള്ള ഇന്ത്യക്കാരിൽ 1 ദശലക്ഷത്തിലേറെ പേർക്ക് കോർണിയ പ്രശ്നമാണെന്നതാണ് വാസ്തവം. ഓരോ വർഷവും ഏകദേശം 25,000-ഓളം പേർക്ക് ഇന്ത്യയിൽ വൈറ്റമിൻ എയുടെ അഭാവം കൊണ്ടോ അപകടം കൊണ്ടോ കോർണിയ പ്രശ്നം വഴിയുള്ള അന്ധത വന്നു ചേരുന്നു. എന്നാൽ മരണാനന്തരം ദാനം ചെയ്ത് കിട്ടുന്ന കോർണിയാസ്തരം വഴി ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. നേത്രദാനത്തിലുള്ള അവബോധക്കുറവാണ് ഇന്ന് ലഭ്യതയ്ക്ക് പ്രധാന തടസ്സം. അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഉൾവലിയിൽ നിന്നും ബോധവാന്മാരാക്കുന്ന പ്രവർത്തനം ആഗോളതലത്തിൽ തന്നെ ഇന്ന് നടന്നു വരുന്നുണ്ട്. അന്താരാഷ്ട്ര ശ്രദ്ധ പറ്റുന്നതിന് ലോകാരോഗ്യ സംഘടനയുടെ കലണ്ടറിൽ എല്ലാ ഒക്ടോബർ മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ചയും ലോക കാഴ്ച ദിനമായി ആഘോഷിക്കുന്നു. മറ്റൊരു അന്താരാഷ്ട്ര പ്രവർത്തനം വിഷൻ 2020യും നടന്നു വരുന്നു. ലോകമെമ്പാടും നടക്കുന്ന ഈ പ്രവർത്തനത്തിൽ ചെറുകുളത്തൂരും ഭാഗഭാക്കാവുന്നു. നേത്രദാനം ചെയ്താൽ മറ്റുള്ളൊരു പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ ഇത് മറ്റൊരു ആൾക്കിത് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ ദാനം കിട്ടിയ നേത്രം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അത് ആവശ്യമുള്ള രോഗികൾ നേത്രഗോളങ്ങൾക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്. കാഴ്ച നഷ്ടപ്പെടുന്നതിനും ഒരുപാട് രോഗങ്ങളുണ്ട്. പക്ഷേ എല്ലാ രോഗത്തിനും ഈ നേത്രപടലം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഫലപ്രദമല്ല. ഈ നേത്രപടലം സുതാര്യമായ നേത്രപടലം അതാര്യമാകുന്ന അവസ്ഥ, അങ്ങനെയുള്ള രോഗികളെ കണ്ടെത്തുകയും അങ്ങനെയുള്ള രോഗികളെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഇന്ന രോഗികൾക്കാണ് ഇതുകൊണ്ട് മെച്ചം കിട്ടുന്നത് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആ രോഗികളെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഐ ബാങ്കിൽ അവരുടെ എല്ലാ അഡ്രസ്സ്, ഫോൺ നമ്പറുകൾ എല്ലാം ഉണ്ടാവും. ഏതെങ്കിലും ഒരു കണ്ണ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ ആ രോഗികളായിട്ട് ബന്ധപ്പെടുകയുള്ളൂ. കാരണം കിട്ടുമോ ഇല്ലെന്ന് ഉറപ്പില്ല, മരണശേഷം കിട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കിട്ടിയതിന് ശേഷം ഈ രോഗികളെ വിളിച്ച് ആശുപത്രിയിൽ വരുത്തുകയും അത് 24 മണിക്കൂറിനകം 6 മണിക്കൂറിനകം 4 മുതൽ 6 മണിക്കൂറിനകം മൃതശരീരത്തിൽ നിന്നും വേർപെടുത്തിയ നേത്രഗോളങ്ങൾ 24 മണിക്കൂറിനകം മറ്റൊരു രോഗിക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ കാഴ്ച കിട്ടുന്നതിനും ആ കണ്ണ് രോഗി സുഖപ്പെട്ട് കിട്ടുന്നതിനും
വളരെയധികം ആവും എന്നാണ് കാണുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഇതോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഏതെല്ലാം രീതിയിൽ ഇതിനെ ഞാനൊരു സ്ത്രീയാണ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ നേത്രദാനത്തിലേക്ക് വരാം എന്നുള്ളതാണ്. സ്ത്രീ പുരുഷ ബന്ധത്തിന്, സ്ത്രീ പുരുഷ ഇതായിട്ട് നേത്രദാനം ഞാൻ സ്ത്രീയാണ് അതുകൊണ്ട് എനിക്ക് കൊടുത്തുകൂടാ, അങ്ങനെയുള്ള കാഴ്ചപ്പാട് തെറ്റാണ്. പിന്നെ മറ്റൊരു വയസ്സ്, എക്സ്ട്രീംസ് ഓഫ് ഏജ്, വളരെ ഇപ്പോൾ ജനിച്ചൊരു കുട്ടീൻ്റെ കണ്ണ് ഞങ്ങൾ എടുക്കാറില്ല, അതുപോലെ വളരെ പ്രായമായിട്ടുള്ള ഒരാളുടെ കണ്ണും സാധാരണ എടുക്കാറില്ല. ഇതിനിടയ്ക്കുള്ള ആളുകളുടെ കണ്ണുകളാണ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് യാതൊരു രീതിയിലുള്ള ദൂഷ്യങ്ങളും ഉണ്ടാവില്ല. ഈ നേത്രദാനം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അത്യുത്കൃഷ്ടമായ ഒരു ദാനമായിട്ട് ഇതിനെ കണക്കാക്കി ഇതിനെ ജനങ്ങൾ മുന്നോട്ട് വരണം. സമ്മതപത്രം തന്ന എല്ലാവരുടെയും നേത്രങ്ങൾ ദാനം ചെയ്യിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പം അതിനുശേഷം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ കൂടി മസ്തിഷ്ക മരണം സംഭവിച്ച ആളുകളത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പദ്ധതിയും ഞങ്ങൾ ആലോചിച്ച് വരികയാണ്. അതുമാത്രമല്ല, ഇനി മരിച്ചാൽ ശരീരം പോലും മെഡിക്കൽ കോളേജുകൾക്കോ മറ്റോ കൊടുക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള പദ്ധതി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ മരിച്ചാലും കണ്ണടയാത്ത ഗ്രാമം എന്ന നിലയിലേക്ക് ഈ ഗ്രാമം ഈ വായനശാലയുടെ നേതൃത്വത്തിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി മരിച്ചാലും മണ്ണടിയാത്തവരുടെ ഗ്രാമം എന്ന ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ നീങ്ങാൻ പോവുകയാണ്. അതിനെല്ലാ ആളുകളുടെയും സഹകരണം ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണുള്ളത്. പ്രവർത്തിക്കുന്ന മനുഷ്യന്, ചിന്തിക്കാൻ അകക്കണ്ണുള്ള മനുഷ്യന് വിശേഷ ബുദ്ധി ലഭിച്ചത് കണ്ണുകളിലൂടെയാണ്. ശാസ്ത്രവും ചിത്രവും തത്വവും കവിതയും അവൻ്റെ അകക്കണ്ണിൽ പിറന്നത് കണ്ണിലൂടെ വന്ന വെളിച്ചത്തിൻ്റെ ഊർജത്താലാണ്. വിശുദ്ധിയും സംഗീതവും ചേർന്നൊഴുകുന്ന ഈ ചൈതന്യ ലോകം നമ്മുടെ സഹോദരങ്ങൾക്കും നമുക്ക് പകരാം. ആത്മസമർപ്പണത്തിലൂടെ, മരണശേഷം മണ്ണായി മറയാതെ നമ്മുടെ കണ്ണുകളിലൂടെ. ചെറുകുളത്തൂരിലെ ഗ്രാമവാസികൾ ചെയ്യുന്നതും അതാണ്. വരദാനമായി അവർക്ക് ലഭിച്ച വളക്കൂറുള്ള മണ്ണിൽ നിന്ന് വിശുദ്ധിയുടെ സുതാര്യ പടലങ്ങളെ, അവരുടെ കണ്ണിനെ ദാനമായി നൽകുന്നു. ലോകത്തിന് മുഴുവൻ മാതൃകയായി.